ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ട്യൂഷൻ സെൻറ്റർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന ചാപ്റ്ററാണ്. പുതിയ SCRT ചാപ്റ്ററാണ്. അതേപോലെ തന്നെ ഈ ഇടയ്ക്ക് നടന്ന കുറച്ച് പരീക്ഷകളിൽ ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇനി വരുന്ന പരീക്ഷകൾക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പല ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ഇതൊരിക്കലും പഠിക്കാതിരിക്കരുത്. അതേപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഈ ചാനൽ PSC റിലേറ്റഡ് ആയ SCRT, NCRT, കറണ്ട് അഫയേഴ്സ് എന്നീ വിഭാഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ചാനലാണ്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒട്ടും തന്നെ ലാഗില്ലാണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായ ഒരു കൂടിക്കാഴ്ച നടത്തി. ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആരുടെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായ ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായിരുന്നത് തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകത്തന്നെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. സ്വാതന്ത്ര്യ പുലരിയിൽ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത പ്രസംഗത്തിലെ ഭാഗമാണിത്. വർഷങ്ങൾക്ക് മുമ്പ് നാം വിജയമായൊരു കൂടിക്കാഴ്ച നടത്തി. ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ്. വർഷങ്ങൾക്ക് മുമ്പ് നാം വിജയമായൊരു കൂടിക്കാഴ്ച നടത്തി. ആരുടെ വാക്കുകൾ? ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ. ഞാനിവിടെ മാർക്ക് ചെയ്ത പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഈ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റും. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ രണ്ട് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. സ്വതന്ത്ര ഇന്ത്യ നൽകിയ രണ്ട് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളാണ് ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. ജനാധിപത്യം എന്ന ആശയം നമ്മൾ എവിടെന്നാ കടമെടുത്തതെന്ന് ചോദിച്ചാൽ ബ്രിട്ടനിൽ നിന്നായിരുന്നു. ജനാധിപത്യം എവിടെന്നാ കടമെടുത്തത്? ബ്രിട്ടനിൽ നിന്ന്. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിനായി ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളെയാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിന് ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളെയാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുന്നത്. മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് അയർലാൻഡിൽ നിന്നായിരുന്നു. മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് അയർലാൻഡിൽ നിന്നായിരുന്നു. ലോകത്താദ്യമായി മാർഗനിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യമാണ് സ്പെയിൻ. ലോകത്താദ്യമായി മാർഗനിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ സ്പെയിനാണ്. ലക്ഷ്യപ്രമേയത്തിൽ നിന്നും ഭരണഘടനയിലേക്ക്. 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നത്. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ഈ ലക്ഷ്യപ്രമേയം കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അംഗീകരിച്ചത് എപ്പോഴെന്ന് ചോദിച്ചാൽ 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത് 1947 ജനുവരി 22 ഈ ലക്ഷ്യപ്രമേയം തന്നെയാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായിട്ടും മാറിയത്. ദൈവത്തിന്റെ നാമത്താൽ എന്ന വാക്യത്തോടെ ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചതാരെന്ന് ചോദിച്ചാൽ HV കമ്മത്ത്. ദൈവത്തിന്റെ നാമത്താൽ എന്ന വാക്യത്തോടെ ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത് HV കമ്മത്ത്. ഇനി പറയുന്ന പോയിന്റ് നന്നായി ഒന്ന് മനസ്സിലാക്കുക. ലക്ഷ്യപ്രമേയം. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയെ ഒരു സ്വാതന്ത്ര്യ പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ഒരു ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ ഒരു ഭരണഘടന ഉണ്ടാക്കാനുള്ള ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റത്തെ പോയിന്റ്. ലക്ഷ്യപ്രമേയത്തിലെ ഫസ്റ്റത്തെ പോയിന്റ്. സ്വാതന്ത്ര്യ പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. ഈ ഒരു പോയിന്റ് വായിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് മനസ്സിൽ വരേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഭരണഘടനയിലെ 1ാമത്തെ ആർട്ടിക്കിളാണ്.
ഇന്ത്യ എന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഇന്ത്യ എന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നതാണ് ഒന്നാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് ഭാഗങ്ങൾ. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. സ്വതന്ത്ര പരമാധികാരി ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. ഈ ഒരു പോയിന്റ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചും അത് സംരക്ഷിക്കുന്നതിനെ കുറിച്ചുമാണ് പറയുന്നത്. ലക്ഷ്യപ്രമേയത്തിലെ ഈ പോയിന്റ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. മുമ്പ് നമ്മൾ പറഞ്ഞ പോയിന്റാണ്. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുകയും അത് ആമുഖമായി മാറുകയും ചെയ്തു. അങ്ങനെ ആമുഖം നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1950 ജനുവരി 26. ടൈം ലൈൻ ഞാൻ ഒന്നും കൂടി പറയാം. 46 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. 47 ജനുവരി 22 ലക്ഷ്യപ്രമേയത്തെ അംഗീകരിക്കുകയും ആമുഖമായി മാറുകയും ചെയ്തു. അങ്ങനെ 1950 ജനുവരി 26 ആമുഖം നിലവിൽ വരികയും ചെയ്തു. ആമുഖം മാത്രമല്ല, ഭരണഘടന ഫുള്ളായിട്ട് നിലവിൽ വരികയും ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചാണ്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന വാക്യത്തിലൂടെയാണ് ആമുഖം തുടങ്ങുന്നത്. ദൈവത്തിന്റെ നാമത്താൽ എന്ന വാക്യത്തോടെ ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത് HV കമ്മത്തായിരുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞാണ്, ദൈവത്തിന്റെ നാമത്താൽ എന്ന വാക്യത്തോടെ ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HV കമ്മത്താണ്. ആമുഖം പഠിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ആമുഖം ഒന്ന് വായിക്കാം. എല്ലാവരും ശ്രദ്ധയോടെ ഒന്ന് കേട്ടിരിക്കുക. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതസമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവവും തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന വാക്യത്തിലൂടെയാണ്. അതുപോലെ തന്നെ ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതസമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നു. ഭാരതത്തെ എന്താണ്? പരമാധികാര സ്ഥിതസമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുകയും ചെയ്യുന്നു. നീതിയും സ്വാതന്ത്ര്യവും സമത്വം സാഹോദര്യം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ വാക്കുകളും എവിടെയാണുള്ളത്? ആമുഖത്തിലാണുള്ളത്. അത് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ ഫ്രാൻസിൽ നിന്നാണല്ലോ നമ്മൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇതൊക്കെ നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഒന്ന് നീതി മാത്രം ഒന്ന് ആഡ് ചെയ്താൽ മതി, നമുക്ക് ഈ ഒരു പോയിന്റ്സ് കിട്ടും. അപ്പോൾ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നീതിയും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1949 നവംബർ 26 ഭരണഘടന നിലവിൽ വന്നതാണ് 1950 ജനുവരി 26. ഭരണഘടനാ ദിനം എപ്പോഴാണെന്ന് ചോദിച്ചാൽ നവംബർ 26. ഭരണഘടന ആമുഖത്തിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. വിശേഷണം എന്താണെന്ന് ചോദിച്ചാൽ ആമുഖത്തിന്റെ വിശേഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്താണെന്ന് ചോദിച്ചാൽ ആമുഖമാണ്.
ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കറാണ്. ഏണസ്റ്റ് ബാർക്കറാണ് ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് പറഞ്ഞത്. ആമുഖത്തെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ടാഹുർദാസ് ഭാർഗവാണ്. ആമുഖത്തെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ടാഹുർദാസ് ഭാർഗവാണ്. ആത്മാവിന്റെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ആത്മാവിന്റെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് എന്നെ പൽക്കിവാല. തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് എന്നെ പൽക്കിവാല. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷി. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷി. ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ആമുഖത്തിന്റെ വിശേഷണം ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. ഹൃദയവും ആത്മാവും ടാഹുർദാസ് ഭാർഗവ്. ആത്മാവിന്റെ താക്കോൽ ജവഹർലാൽ നെഹ്റു. തിരിച്ചറിയൽ കാർഡ് എന്നെ പൽക്കിവാല. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം കെ എം മുൻഷി. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖം ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. 1976 42 ഭേദഗതി പ്രകാരമാണ് സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും രാജ്യത്തിന്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്ന വാക്ക് മാറ്റുകയും ചെയ്തത്. അങ്ങനെ ഭേദഗതി നിലവിൽ വന്നത് 1977 ജനുവരി 3-നാണ്. 1977 ജനുവരി 3-നാണ് ഭേദഗതി നിലവിൽ വന്നത്. 42 ഭേദഗതി സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദും ആയിരുന്നു. അതുപോലെ തന്നെ ആമുഖം ന്യായവാദത്തിന് അർഹമല്ല. ആമുഖം എന്താണ്? ന്യായവാദത്തിന് അർഹമല്ല. ഭരണഘടനയിലെ ആമുഖം അടങ്ങിയ പേജിനെ അലങ്കരിച്ചത് ആരെന്ന് ചോദിച്ചാൽ രാം മനോഹർ സിംഗ്യാണ്. രാം മനോഹർ സിംഗ്യാണ് ഭരണഘടനയിലെ ആമുഖം അടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയത്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 ഡിസംബർ 6-ന് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടു. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 ഡിസംബർ 6-ന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടു. ആദ്യ മീറ്റിംഗ് നടന്നത് 1946 ഡിസംബർ 9-നാണ്. ആദ്യ മീറ്റിംഗ് 1946 ഡിസംബർ 9-നാണ്. ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്തവരുടെ എണ്ണം 207 ആണ്. ആദ്യ മീറ്റിംഗിൽ എത്ര പേര് പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ 207 പേര് പങ്കെടുത്തു. അതിൽ 9 വനിതകൾ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് ഈ മീറ്റിംഗ് ബഹിഷ്കരിച്ചിരുന്നു. മുസ്ലിം ലീഗ് എന്താണ്? ഈ മീറ്റിംഗ് ബഹിഷ്കരിച്ചിരുന്നു. മീറ്റിംഗ് നടന്നത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് നടന്നത്. അപ്പോൾ 46 ഡിസംബർ 9-ന് ഫസ്റ്റ് മീറ്റിംഗ് നടന്നു. 207 പേര് പങ്കെടുത്തു. അതിൽ 9 വനിതകൾ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് ഈ മീറ്റിംഗ് ബഹിഷ്കരിക്കുകയും അതേപോലെ മീറ്റിംഗ് എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് നടന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി ആയിരുന്നു. നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. അന്ന് ഫസ്റ്റ് മീറ്റിംഗിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എന്ന് വെച്ചാൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ അഥവാ താൽക്കാലിക അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അപ്പോൾ താൽക്കാലിക അധ്യക്ഷൻ അഥവാ ആദ്യ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. പിന്നീട് 1946 ഡിസംബർ 11-ന് ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതുവരെ പറഞ്ഞത് ഒന്നും കൂടി ഞാൻ പറയാം. 1946 ഡിസംബർ 6-ന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുകയും 46 ഡിസംബർ 9-ന് ആദ്യ മീറ്റിംഗ് നടക്കുകയും ചെയ്തു. ആദ്യ മീറ്റിംഗിൽ ടോട്ടൽ 207 പേര് പങ്കെടുത്തു. അതിൽ 9 വനിതകൾ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ആദ്യ മീറ്റിംഗിലെ താൽക്കാലിക അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ആദ്യമായിട്ട് സഭയെ അഭിസംബോധന ചെയ്തത് JB കൃപലാനി ആയിരുന്നു. അതുപോലെ തന്നെ പിന്നീട് 1946 ഡിസംബർ 11-ന് ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു.
2 വർഷം 11 മാസം 17 ദിവസം കൊണ്ടിട്ടാണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയത്. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് 2 വർഷം 11 മാസം 17 ദിവസം കൊണ്ടിട്ടാണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയത്. മുമ്പ് നമ്മൾ പറഞ്ഞു 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് ചെയ്തു? ഭരണഘടനയെ അംഗീകരിച്ചു. ആ ദിവസമാണ് ഭരണഘടനാ ദിനമായിട്ട് പ്രഖ്യാപിച്ചതെന്നും ഞാൻ പറഞ്ഞു. ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദങ്ങളും 22 ഭാഗങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദങ്ങളും 22 ഭാഗങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. നിലവിൽ 25 ഭാഗങ്ങൾ അതേപോലെ 12 പട്ടികയുണ്ട്. അനുച്ഛേദങ്ങളുടെ കാര്യം നമ്മൾ സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. സോ 25 ഭാഗങ്ങൾ 12 പട്ടികകളുണ്ട്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരികയും ചെയ്തു. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യയുടേത്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യയുടേത്. എൻ്റെ ചോദ്യം, ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാടാ? അമേരിക്കയാണ്. ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണെന്ന് ചോദിച്ചാൽ അമേരിക്കയുടേതാണ്. 1789 ജെയിംസ് മാഡിസൺ എഴുതിയ അമേരിക്കയിലെ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടന. അതേപോലെ തന്നെ 1789 എഴുതപ്പെട്ട ഈ ഭരണഘടന തന്നെയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന എഴുതപ്പെട്ട ഭരണഘടനയും. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള എഴുതപ്പെട്ട ഭരണഘടന ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും അമേരിക്കൻ ഭരണഘടനയാണ്. എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ ജെയിംസ് മാഡിസൺ ആണ് 1789. പാർലമെന്ററി ജനാധിപത്യം നമ്മുടെ ഭരണഘടനയുടെ മറ്റൊരു സവിശേഷതയാണ്. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പോയിന്റ് താഴെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു സെഗ്മെന്റ് എത്തുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടേതാണ്. അതേപോലെ നമ്മുടെ ഇന്ത്യയുടെ മറ്റൊരു സവിശേഷതയാണ് പാർലമെന്ററി ജനാധിപത്യം. ദൃഢവും അയവുള്ളതുമായ ഘടന. ഇവിടെ പറയണത് എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഞാൻ പറയാം. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ നമുക്ക് കേവല ഭൂരിപക്ഷം മതിയാവും. ചില വ്യവസ്ഥകൾ നമുക്ക് ഭേദഗതി ചെയ്യാൻ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം സംസ്ഥാനത്തിൻ്റെ അംഗീകാരവും വേണം. എന്താണ് പ്രത്യേക ഭൂരിപക്ഷം? എല്ലാം ഈ ചാപ്റ്ററിൽ തന്നെയുണ്ട്. നമുക്ക് ആ ഒരു സെഗ്മെന്റ് എത്തുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ദൃഢവും അയവുള്ളതുമായ ഘടന. മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. ഒരു രാജ്യം പൗരന് ഉറപ്പുവരുത്തേണ്ട അവകാശങ്ങളെയാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുക. പൗരൻ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ നമ്മൾ മൗലിക കർത്തവ്യങ്ങൾ എന്നും പറയുന്നുണ്ട്. അപ്പോൾ മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യം പൗരന് നൽകുന്ന അടിസ്ഥാന അവകാശങ്ങളാണ് എന്ത്? മൗലിക അവകാശങ്ങൾ. പൗരൻ രാജ്യത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെയാണ് നമ്മൾ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. മാർഗനിർദ്ദേശ തത്വങ്ങൾ. ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെയാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുന്നത്. മാർഗനിർദ്ദേശ തത്വങ്ങൾ നമ്മൾ എവിടുന്നാണ് കടമെടുത്തതെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അയർലാൻഡിൽ നിന്നാണ് കടമെടുത്തത്. അതേപോലെ തന്നെ ലോകത്ത് ആദ്യമായിട്ട് മാർഗനിർദ്ദേശ തത്വങ്ങൾ കൊണ്ടുവന്ന ഭരണഘടന ഏതാണെന്ന് ചോദിച്ചാൽ സ്പെയിൻ ഭരണഘടനയാണ്. അതേപോലെ തന്നെ മാർഗനിർദ്ദേശ തത്വങ്ങളുടെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ 36-51 മാർഗനിർദ്ദേശ തത്വങ്ങൾ നിർദ്ദേശിച്ച അല്ലെങ്കിൽ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേജ് ബഹദൂർ സപ്രു കമ്മിറ്റിയാണ്. ഏതാ ഭാഗം? മാർഗനിർദ്ദേശ തത്വങ്ങൾ പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 4. മാർഗനിർദ്ദേശക തത്വത്തിന്റെ പ്രധാന ആശയം എന്തെന്ന് ചോദിച്ചാൽ ക്ഷേമരാഷ്ട്രം രൂപീകരണമാണ് മാർഗനിർദ്ദേശ തത്വത്തിന്റെ പ്രധാനപ്പെട്ട ആശയം. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. സിമ്പിളായി പറയുകയെന്ന് വെച്ചാൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന് ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. അതേപോലെ ചില സംസ്ഥാനങ്ങൾക്ക്, വീണ്ടും ഞാൻ പറയാം, ചില സംസ്ഥാനങ്ങൾക്ക് മാത്രം 2 നിയമനിർമ്മാണ സഭകളുണ്ട്.
ആ സംസ്ഥാനങ്ങളിൽ ഉപരിസഭ അതേപോലെ അധോസഭ എന്നിങ്ങനെ രണ്ടായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. നമ്മുടെ രാജ്യസഭ എന്നറിയപ്പെടുന്നത് ഉപരിസഭയാണല്ലോ, അതേപോലെ നമ്മുടെ ലോക്സഭ എന്നറിയപ്പെടുന്നത് അധോസഭ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഉപരിസഭ എന്നറിയപ്പെടുന്നത്, സംസ്ഥാനങ്ങളിൽ ഉപരിസഭ എന്നറിയപ്പെടുന്നത് നിയമസമിതിയും അധോസഭ എന്നറിയപ്പെടുന്നത് നിയമസഭയുമാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്ര, തെലങ്കാന. ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്ര, തെലങ്കാന. ഇതിനൊരു കോഡും ഉണ്ട്. PSC ഉദ്യോഗാർത്ഥികൾക്കിടയിൽ വളരെ പ്രസക്തമായ കോഡാണ് KTM അബു. K എന്ന് പറയുമ്പോൾ കർണാടക, T എന്ന് പറയുമ്പോൾ തെലങ്കാന, M എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്ര, A എന്ന് പറയുമ്പോൾ ആന്ധ്രാപ്രദേശ്, B എന്ന് പറയുമ്പോൾ ബീഹാർ, U എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശ്. KTM അബു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങളുടെ കോഡാണ് KTM അബു. ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയുള്ള ഫെഡറലിസം. ഫെഡറലിസം എന്നൊരു ആശയം വീണ്ടും താഴെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. അപ്പം എന്താണ് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയുള്ള ഫെഡറലിസം? സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഇതും താഴെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ക്ലിയർ ആയി പറയാം. എന്താ എല്ലാം താഴെ ഡീറ്റെയിൽ ആയി പറയേണ്ടതെന്നൊന്നും വിചാരിക്കേണ്ട. കാരണം താഴെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ക്ലിയർ കട്ടായി പഠിക്കാം. ഇപ്പോഴും പറഞ്ഞ് അപ്പോഴും പറഞ്ഞ് ഒരുപാട് ടൈം എടുക്കണ്ട, നിങ്ങളുടെ ടൈം ഒരുപാട് കളയണ്ടെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇത്ര ഷോർട്ടായിട്ട് എല്ലാം പറഞ്ഞു പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് വേണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി, ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. പല പോയിന്റ്സ് ഇതിനകത്ത് ഒരുപാട് പോയിന്റ്സ് ഞാൻ പറയാണ്ടിരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോൻ്റെ ഡ്യൂറേഷൻ ഒരുപാട് കൂട്ടണ്ട, നിങ്ങളുടെ സമയം ഒരുപാട് കളയണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്ന് പറഞ്ഞാൽ മതി, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഭരണഘടനയിൽ അനുച്ഛേദമുള്ള സ്ഥാപനങ്ങളെയെല്ലാം നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിയമം വഴി വന്ന സ്ഥാപനങ്ങളും ഉണ്ട്, അതിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുക. അപ്പോൾ രണ്ട് രീതിയിലുള്ള സ്ഥാപനങ്ങളുണ്ട്, ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും ഇനി ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസും. ഇന്ത്യൻ ഫെഡറലിസം. ആദ്യം ഫെഡറലിസം എന്താണെന്ന് മനസ്സിലാക്കാം. ഫെഡറലിസം എന്ന് പറയുമ്പോൾ ഈ കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന രീതിയെയാണ് നമ്മൾ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ എന്താണ് ഫെഡറലിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അധികാരം പൂർണ്ണമായിട്ട് പങ്കിട്ട് നൽകുന്ന രീതിയാണ് ഫെഡറലിസം എന്ന് പറയുക. ഇന്ത്യ ഒരു കോസി ഫെഡറൽ രാജ്യമാണ്. അതാണ് ഇന്ത്യൻ ഫെഡറലിസം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇന്ത്യ എന്താണ്? ഒരു കോസി ഫെഡറൽ രാജ്യമാണ്. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എല്ലാവർക്കും അധികാരം പങ്കിട്ട് നൽകുന്ന രീതിയാണെന്ത് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഭാഗം 1 യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവും. ആർട്ടിക്കിൾ 1 ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 1 എന്താണ്? ഭാരതം ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഭാരതം എന്താണ്? ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ഒന്നാമത്തെ ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ട്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഇവിടെ പറഞ്ഞ് വെറുതെ ലാഗ് അടുപ്പിക്കില്ല. അപ്പോൾ ഒന്നാം പട്ടികയിലും യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയണത്. ഈ പട്ടികകളെ കുറിച്ചുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ വലിയ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല, മനസ്സിലാക്കിയ ഒരു മാർക്ക് ഷോർട്ട് കട്ടായിട്ട് അതിൽ നിന്ന് കിട്ടും. നമ്മൾ എന്തിനാണ് ഫെഡറൽ സിസ്റ്റം സ്വീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരവുമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് നാം ഫെഡറൽ സംവിധാനം സ്വീകരിച്ചത്. ഇതൊന്നും നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഫെഡറൽ സിസ്റ്റം ഉള്ളത് ക്ലിയർ ആയിട്ട് ആ കൺസെപ്റ്റ് മനസ്സിലായാൽ തന്നെ നമുക്കിത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഏത് ടൈപ്പ് പ്രസ്താവന ചോദിച്ചാലും നമുക്ക് അതിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്താനും പറ്റും. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന, ഭരണഘടനയുടെ പരമാധികാരം, ഏക പൗരത്വം, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ നിന്ന് കേന്ദ്രത്തിന് മേൽക്കൈ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന്, സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അർദ്ധ ഫെഡറൽ സംവിധാനം. ഇതൊക്കെ ഒന്നും കൂടി ഞാൻ ലൈറ്റായിട്ടൊന്ന് പറഞ്ഞു പോകാം.
കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമായി പൊതുവായിട്ട് ഒരു ഭരണഘടന, അല്ലാണ്ട് കേന്ദ്രത്തിന് ഒരു ഭരണഘടന സംസ്ഥാനത്തിനും മറ്റൊരു ഭരണഘടന എന്നിങ്ങനെയൊന്നും നമ്മുടെ രാഷ്ട്രത്തിനില്ല. അതേപോലെ ഭരണഘടനയുടെ പരമാധികാരം, ഏക പൗരത്വം, അതേപോലെ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ. കേന്ദ്രമാണല്ലോ കൂടുതൽ നമുക്ക് ഭേദഗതികളൊക്കെ കൊണ്ടുവരിക. അതേപോലെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, ഒരു സഭ തീരുമാനിച്ച് അതിനെ ഒന്നും കൂടി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേറൊരു സഭയുണ്ട് നമ്മുടെ രാജ്യത്തിന്. അതിനെയാണ് നമ്മൾ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. അതാണ് ഉപരിസഭ, രാജ്യസഭയും അധോസഭ, ലോക്സഭ എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ഫെഡറൽ സിസ്റ്റം. പക്ഷേ ഈ ഫെഡറൽ സിസ്റ്റത്തിൽ എന്താണ് അർദ്ധ ഫെഡറൽ സംവിധാനം അല്ലെങ്കിൽ കോസി ഫെഡറൽ ആണ് നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത്. അതേപോലെ അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന്. അതാണ് നമ്മൾ ലിസ്റ്റായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 7ാം പട്ടിക ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതാണ് ഈ ഫെഡറൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പട്ടിക എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്, യൂണിയൻ, കൺകറൻറ്റ് എന്നീ 3 ലിസ്റ്റുകളുണ്ടല്ലോ, അത് താഴെ പറയുന്നുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ സമയത്ത് പഠിക്കാം. അതേപോലെ സ്വാതന്ത്ര്യ നീതി ന്യായ വ്യവസ്ഥ, ഇതൊക്കെയാണ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൻ്റെ സവിശേഷതകൾ. ലിസ്റ്റുമായി ബന്ധപ്പെട്ട പട്ടികയാണ് 7ാം പട്ടിക. അവിടെയാണ് നമ്മൾ അധികാര വിഭജനത്തെക്കുറിച്ച് ക്ലിയറായി പറയുന്നത്. അപ്പോൾ 7ാം പട്ടിക എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മൊത്തം 3 ലിസ്റ്റുകളുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, അതേപോലെ കൺകറൻറ്റ് ലിസ്റ്റ്. ഇതിലൊന്നും പെടാത്തതിനെയാണ് നമ്മൾ അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് യൂണിയൻ ലിസ്റ്റ്? സിമ്പിളായി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച്, ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് നിയമം നിർമ്മിക്കാനുള്ള പൂർണ്ണ അധികാരം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിദേശകാര്യത്തെക്കുറിച്ചും പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം, ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഭേദഗതി വരുത്താൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ പറ്റുള്ളൂ. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 97 വിഷയങ്ങളുണ്ടായിരുന്നു യൂണിയൻ ലിസ്റ്റിൽ. നിലവിൽ 98 വിഷയങ്ങളുണ്ട്. അടുത്തത് സംസ്ഥാന ലിസ്റ്റ്. സംസ്ഥാന ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് എന്ത് സംസ്ഥാന ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഉദാഹരണമായിട്ട് പറയാവുന്നത് ജയിൽ, അതേപോലെ കൃഷി, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നിയമം നിർമ്മിക്കാൻ ആർക്ക് അധികാരമുണ്ട്? സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്. തുടക്കത്തിൽ 66 വിഷയങ്ങളുണ്ടായിരുന്നു. നിലവിൽ 59 വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറൻറ്റ് ലിസ്റ്റ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നിയമം നിർമ്മിക്കാനുള്ള അധികാരമുണ്ട്. എന്നിരുന്നാലും കേന്ദ്രം നിർമ്മിക്കുന്ന നിയമത്തിനായിരിക്കും പ്രാധാന്യം കൂടുതൽ. ഇതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ മുതലായവ. തുടക്കത്തിൽ 47 വിഷയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ 52 വിഷയങ്ങളാണ് ഉള്ളത്. സോ ഇതെല്ലാം ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 246 ആണ്. ആർട്ടിക്കിൾ എത്രയാണ്? 246. പഠിക്കാൻ നമുക്ക് എളുപ്പമാണല്ലോ, കാരണം ഈവൻ നമ്പർ ആണല്ലോ എല്ലാം. 2, 4, 6 എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്, അടുപ്പിച്ച് ഈവൻ നമ്പറാണല്ലോ, നമുക്ക് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ. അടുത്തതായിട്ട് അവശിഷ്ട അധികാരം. മേൽ പറഞ്ഞ 3 അധികാര പട്ടികകളും ഉൾപ്പെടാത്തവയായ വിഷയങ്ങൾ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും. ഉദാഹരണം സൈബർ നിയമങ്ങൾ. താഴെ കുറച്ച് പത്രവാർത്തേൻ്റെ ക്ലിപ്സ് വന്നിട്ടുണ്ട്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ഏതാണ് സംസ്ഥാന ലിസ്റ്റിൽ പെടുക, ഏതാണ് കേന്ദ്ര ലിസ്റ്റിൽ പെടുക, അതേപോലെ ഏതാണ് സമവർത്തി ഇല്ലെങ്കിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുക എന്നുള്ളത്. അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, അത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അധികാരം വേർതിരിക്കൽ. നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. നിയമനിർമ്മാണ സഭ. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെന്റ് എന്നാണ്. രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം. പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. മുമ്പ് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ട് ഉപരിസഭയാണ് രാജ്യസഭ, അധോസഭയാണ് ലോക്സഭ എന്നത്. പാർലമെന്റ് എന്ന് പറയുമ്പോൾ രാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ എന്നിവർ 3 പേര് അടങ്ങുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിയമം നിർമ്മിക്കലാണ് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം. പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതലകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നിയമനിർമ്മാണം, പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കൽ,
അതേപോലെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഭരണഘടന ഭേദഗതി പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. ഇതൊന്നും നമുക്ക് കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം പാർലമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു പോയിന്റ്സ് എല്ലാം നമുക്ക് അറിയുന്നതായിരിക്കും. കാരണം ഇതൊന്നും നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. എന്താണ് ലോക്സഭ? പാർലമെന്റിന്റെ അധോ മണ്ഡലമാണ് ലോക്സഭ. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 25 വയസ്സ് പൂർത്തിയായ ആർക്കും ലോകസഭയിലേക്ക് മത്സരിക്കാം. അതേപോലെ ലോകസഭയുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ 5 വർഷമാണ്. 550 ലോകസഭയുടെ പരമാവധി അംഗബലം. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട്. ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ ഒരു സഖ്യത്തിന് സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലോ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. അതേപോലെ തന്നെ ലോകസഭയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ സ്പീക്കറാണ്. ധനബില്ല് പ്രധാനപ്പെട്ട പോയിന്റാണ്. ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകസഭയിലാണ്. അതിനുശേഷം മാത്രമേ രാജ്യസഭയിലേക്ക് പോവുകയുള്ളൂ. മറ്റേത് ബില്ലും എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാം. പക്ഷെ ധനബില്ലൊക്കെ എന്താണ്, പ്രധാനമായിട്ട് ധനബില്ല് ലോകസഭയിൽ തന്നെ അവതരിപ്പിക്കണം. എന്താണ് രാജ്യസഭ? പാർലമെന്റിലെ ഉപരിസഭയാണ് രാജ്യസഭ. ജനസംഖ്യ ആനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണിത്. സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. സഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭ പരമാവധി അംഗബലം 250. ഇതിൽ 238 പേരെ തിരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്തുന്നതിനുള്ള അധികാരം രാജ്യസഭയിൽ നിഷ്പക്ഷമാണ്. ലോകസഭയും രാജ്യസഭയെക്കുറിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ലോകസഭയിൽ മൊത്തം 550 സീറ്റുകളുണ്ട്. രാജ്യസഭയിലാണെങ്കിൽ 238+12 238 പേരെ തിരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയാണ് ചെയ്യുന്നത്. ടോട്ടൽ 250 പേരാണ്. അതേപോലെ തന്നെ ലോക്സഭയുടെ മറ്റൊരു പേരാണ് അധോസഭ, രാജ്യസഭയുടെ മറ്റൊരു പേരാണ് ഉപരിസഭ. അതേപോലെ ധനബില്ല് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ലോക്സഭയിൽ മാത്രമായിരിക്കും. അതേപോലെ ഇംപീച്ച്മെന്റ് പ്രക്രിയ ആരംഭിക്കുന്നതും ഓൾ ഇന്ത്യ സർവീസ് സൃഷ്ടിക്കുന്നതിനെ കുറിച്ചുള്ള പാർലമെന്റിനെ ചുമതലപ്പെടുത്തുന്ന അധികാരം ആർക്കാണ്? രാജ്യസഭയ്ക്കാണ്. ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. ലോക്സഭയിൽ മത്സരിക്കാനുള്ള പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ 25 വയസ്സും രാജ്യസഭയാണെങ്കിൽ 30 വയസ്സുമാണ്. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ഉദ്യോഗസ്ഥരാണ് നിയമത്തിനുള്ള കരട് രൂപം ബില്ലായി തയ്യാറാക്കുന്നത്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല്. മന്ത്രിമാർ അല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. ഇതുകൂടാതെ പൊതുഖജനാവിലേക്ക് ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ല്. ധനബില്ല് ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. ഒന്നാം വായനയിൽ എന്താണെന്ന് വെച്ചാൽ ബില്ല് ജസ്റ്റ് ഒന്ന് അവതരിപ്പിക്കും. രണ്ടാം വായനയിലാകുമ്പോൾ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഓരോ വകുപ്പുകളും പ്രത്യേകം തരംതിരിച്ച് പാസ്സാക്കണോ വേണ്ടയോ അല്ല മാറ്റം വരുത്തണോ എന്നുള്ളത് ചർച്ച ചെയ്യും. മൂന്നാമത്തെ വായനയിൽ ടോട്ടലായിട്ട് ബില്ല് പാസ്സാക്കുകയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ ചെയ്യും. സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും
ആവർത്തിക്കുന്നു. രാഷ്ട്രപതി അംഗീകാരം ലഭിക്കുന്നതോടെ ബില്ല് നിയമമായി മാറുന്നു. നിയമനിർമ്മാണം ലൈറ്റായിട്ട് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നിയമനിർമ്മാണം എങ്ങനെയാണ് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചതിന് ശേഷം അതാത് മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്ന ഒരു കരട് രൂപമാണ് ബില്ലെന്ന് പറയുന്നത്. ബില്ല് എന്നിട്ട് സഭയിലേക്ക് അവതരിപ്പിക്കും. സഭയിൽ അവതരിപ്പിച്ച് മൊത്തം 3 വായന ഉണ്ടാവും. ഒന്നാം വായന എന്താണെന്ന് വെച്ചാൽ ബില്ല് ജസ്റ്റ് ഒന്ന് അവതരിപ്പിക്കുക. രണ്ടാം വായനയിൽ ഓരോ വകുപ്പും എടുത്ത് പ്രത്യേകം തരംതിരിച്ച് വായിക്കും. അതിൽ മാറ്റം വരുത്തണോ അല്ലെങ്കിൽ അത് പാസ്സാക്കണോ എന്നുള്ളത് ഒരു ഫൈനൽ ഡിസിഷൻ അവിടെ എടുക്കും. മൂന്നാം വായനയിൽ ബില്ല് ടോട്ടലായിട്ട് പാസ്സാക്കണോ അല്ലെങ്കിൽ ടോട്ടലായിട്ട് റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് മൂന്നാം വായനയിൽ അവർ തീരുമാനിക്കും. അതിനുശേഷം രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുകയും രാഷ്ട്രപതി ഒപ്പിട്ടതിന് ശേഷം ബില്ല് എന്തായി മാറും? നിയമമായി മാറും. ഇതിൽ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലിനെ നമ്മൾ ഗവൺമെന്റ് ബില്ലെന്നും പ്രൈവറ്റ് അംഗങ്ങൾ മന്ത്രിമാരല്ലാത്ത അംഗങ്ങൾ അവതരിപ്പിക്കുന്ന ബില്ലിനെ നമ്മൾ സ്വകാര്യ ബില്ലെന്നും പറയുന്നു. പൊതുഖജനാവിലേക്കുള്ള വരവ് ചെലവ് കണക്കുകളെ സംബന്ധിച്ചുള്ള ബില്ലാണെങ്കിൽ നമ്മൾ ധനബില്ല് എന്ന് പറയും. ധനബില്ല് എവിടെയാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത്? ലോകസഭയിലാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കേണ്ടത്. ആർട്ടിക്കിൾ 368 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണഘടന ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനാ ഭേദഗതി നമ്മൾ എവിടുന്നാണ് കടമെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് നമ്മൾ ഭരണഘടനാ ഭേദഗതി കടമെടുത്തിരിക്കുന്നത്. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി ബില്ല് നിയമമാകണമെങ്കിൽ ഇരു സഭകളുടെയും അംഗീകാരം അനിവാര്യമാണ്. ഇരു സഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമം ഇല്ല. ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഭേദഗതി ചെയ്യാൻ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഇരു സഭകളും അംഗീകരിച്ചാൽ മാത്രമേ ഭേദഗതി നിയമമായി വരുള്ളൂ. അതേപോലെ തന്നെ ഭേദഗതി എന്ന് വെച്ചാൽ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ രണ്ട് സഭകൾക്കും തർക്കമുണ്ടായാൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാൻ പറ്റില്ല. ഇൻ കേസ് അങ്ങനെ ഭേദഗതി നിലവിൽ വരികയും ഭരണഘടനയിലെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അസാധുവാക്കാനുള്ള പൂർണ്ണ അധികാരം ആർക്കുണ്ട്? ജുഡീഷ്യറിക്കുണ്ട്. ഭേദഗതി രീതികൾ. അയവുള്ള ഭേദഗതി. കേവല ഭൂരിപക്ഷത്തിലൂടെ ഭേദഗതി ചെയ്യാൻ കഴിയുന്ന വകുപ്പുകളെ അല്ലെങ്കിൽ അഥവാ നിയമങ്ങളെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് അയവുള്ള ഭേദഗതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം തുടങ്ങിയവയെല്ലാം നമുക്ക് ഭേദഗതി ചെയ്യാൻ എന്ത് മതി? കേവല ഭൂരിപക്ഷം മാത്രം മതി. ദൃഢമായ ഭേദഗതി. പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമായ ഭേദഗതി രീതിയാണ് ദൃഢമായ ഭേദഗതി. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ തുടങ്ങിയവ. പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ സഭയിൽ എത്തിച്ചേർന്ന 2 പേരും അതേപോലെ തന്നെ സഭയിലെ മൊത്തം എന്ന് പറയുമ്പോൾ 543 പേരുണ്ടെങ്കിൽ 543 പേരുടെ 50% ആൾക്കാരും വരണം. അതേപോലെ 2 പേര് ഇത് അംഗീകരിക്കുകയും വേണം. അതിനെയാണ് നമ്മൾ സ്പെഷ്യൽ മെജോറിറ്റി അഥവാ പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അതിദൃഢമായ ഭേദഗതി. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സഭകളിലും സ്പെഷ്യൽ മെജോറിറ്റി വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ പകുതിയോളം സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടിയുണ്ടെങ്കിൽ മാത്രമേ ഈ ഭേദഗതി നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവയെല്ലാം. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിദൃഢമായ ഭേദഗതി രീതി വർക്ക് ചെയ്യണത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മുടെ 7ാം പട്ടികയിലാണ്. 7ാം പട്ടികയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ അതിദൃഢമായ ഭേദഗതി നടത്തുക തന്നെ വേണം. കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, തലവനായ മന്ത്രിസഭ ഉൾപ്പെടുന്നതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിഷ്പക്ഷമായിരിക്കുന്നത്. അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ആയിട്ടുള്ള മന്ത്രിസഭയിലൂടെയാണ്. കാര്യനിർവഹണ വിഭാഗത്തെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാൻ പറ്റും.
രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്നും സ്ഥിരം എക്സിക്യൂട്ടീവ് എന്നും. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്ന് വെച്ചാൽ നമ്മൾ വോട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാരാണെന്നത് രാഷ്ട്രീയ എക്സിക്യൂട്ടീവും. നമ്മളെപ്പോലെ പരീക്ഷ എഴുതി പാസ്സായി ഓരോ സർവീസിൽ കയറുന്ന അഖിലേന്ത്യാ സർവീസ് ആയിക്കോട്ടെ, കേന്ദ്ര സർവീസ് ആയിക്കോട്ടെ, സംസ്ഥാന സർവീസ് ആയിക്കോട്ടെ, ഇവരൊക്കെ എന്താണ്? സ്ഥിരം എക്സിക്യൂട്ടീവുകളാണ്. ഇതിൽ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെ തന്നെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. നാമമാത്രമായ എക്സിക്യൂട്ടീവും യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്നും. അതിൽ നാമമാത്രമായ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയും യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയും മന്ത്രിമാരുമാണ്. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളും ഉണ്ട്. ഇവിടെ നമ്മുടെ പ്രഥമ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും എന്താണ്? രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത് മന്ത്രിമാരും അതേപോലെ പ്രധാനമന്ത്രിയും നിർദ്ദേശിക്കുന്ന രീതിയിലാണ് രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കേണ്ടത്. എന്നിരുന്നാലും രാഷ്ട്രപതിയുടെ പവർ ഉപയോഗിച്ച് അദ്ദേഹത്തിന് സ്വന്തമായിട്ടും പ്രവർത്തിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. രാഷ്ട്രപതി ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് രാഷ്ട്രപതി. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി. പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെയും നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ഈ ചുമതലകൾ നിർവഹിക്കുന്നത്. ഇന്ത്യയിലെ കാര്യനിർവഹണത്തെയും വിഭാഗത്തിന്റെ തലവനാണ് ആര്? രാഷ്ട്രപതി. 35 വയസ്സാണ് യോഗ്യത. ഇലക്ട്രൽ കോളേജാണ് നടത്തുന്നത്. ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ ഉൾപ്പെടും ചോദിച്ചു കഴിഞ്ഞാൽ ഇരു സഭകളിലെയും അംഗങ്ങളും അതേപോലെ സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത്. രാഷ്ട്രപതി രാജിക്കത്ത് കൊടുക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി ഇല്ലാത്ത സമയത്ത് രാഷ്ട്രപതിയുടെ ചുമതലകളെല്ലാം വഹിക്കുന്ന ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. രാജ്യത്തിന്റെ നേതാവാണ്. മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുവാനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കാനുമുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട്. രാഷ്ട്രപതിയെയും മന്ത്രിമാരെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു. 5 വർഷമാണ് പ്രധാനമന്ത്രിയുടെ കാലാവധി. കാലാവധിക്ക് മുമ്പായി ലോകസഭയിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ്. പ്രധാനമന്ത്രി രാജ്യത്തിന്റെ നേതാവാണ്. അതേപോലെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ ഒഴിവാക്കാനോ ഇല്ലെങ്കിൽ അതേപോലെ ഇന്ന വകുപ്പുകൾ കൊടുക്കാനോ ആർക്കാണ് അധികാരമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിക്കാണ്. എന്നിട്ട് ഈ പ്രധാനമന്ത്രി ഇന്ന വകുപ്പുകൾ ഇന്ന മന്ത്രികളാണെന്നുള്ള റിപ്പോർട്ട് നമ്മുടെ രാഷ്ട്രപതിക്ക് കൊടുക്കുകയും രാഷ്ട്രപതി അംഗീകരിച്ചതോടെ അവർ അതാത് വകുപ്പുകളിലേക്ക് വരികയും ചെയ്യുന്നു. അതേപോലെ മന്ത്രിസഭ അതേപോലെ രാഷ്ട്രപതിയുമായിട്ടൊരു ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കണ്ണിയായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ പ്രധാനമന്ത്രി ഇൻ കേസ് അവർക്ക് ഭൂരിപക്ഷം നഷ്ടമായി കഴിഞ്ഞാൽ 5 വർഷം കഴിയുന്നതിന് മുമ്പ് ഭൂരിപക്ഷം നഷ്ടമായി കഴിഞ്ഞാൽ രാജിക്കത്ത് സമർപ്പിക്കേണ്ടതാണ്. രാഷ്ട്രപതിയെ ഭരണനിർവഹണത്തിന് സഹായിക്കുന്ന സമിതിയാണ് മന്ത്രിസഭ. മന്ത്രിസഭയുടെ ചുമതലകൾ രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക,
വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിയണ പോയിന്റ്സ് ആയത് കാരണം ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം ഒരു മന്ത്രിസഭ എന്ന് പറയുമ്പോൾ തന്നെ ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിയണതാണ്. ഇൻ കേസ് ഇത് നിങ്ങൾക്ക് ചോദ്യ പേപ്പറിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റായി വന്നാൽ പോലും നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ ടിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ഇതൊക്കെ ഉള്ളത്. കാരണം ഇതൊന്നും അത്ര കഷ്ടപ്പെട്ട് പഠിക്കുകയൊന്നും വേണ്ട. അറിയാത്തവർ ഒന്നും കൂടി ഒന്ന് റീവൈൻഡ് അടിച്ച് ഒന്നും കൂടി ഒന്ന് നോക്കുക. അല്ലാത്തവർ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. സ്ഥിര കാര്യനിർവഹണ വിഭാഗം ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതിനും ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതിനുമായ ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥരാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈവിധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമാണിവർ. നിശ്ചിത റിട്ടയർമെന്റ് പ്രായം വരെ കാലാവധി ഉള്ളവരാണിവർ. ഇവരെ സ്ഥിരകാര്യ നിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നു. നീതിന്യായ വിഭാഗം നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് നീതിന്യായ വിഭാഗം. പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നു. അതുകൊണ്ട് നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നു. കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ സംവിധാനം അനിവാര്യമാണ്. ഏറ്റവും താഴെയുള്ള കോടതികളാണ് കീഴ്ക്കോടതി, തൊട്ടുമേലെ ജില്ലാ കോടതികൾ, അതിനുമേലെ ഹൈക്കോടതികൾ, അതിനുമേലെ സുപ്രീം കോടതികൾ. കുറച്ചു കാലം മുമ്പ് വരെ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്, രാജ്യത്തെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണെന്നുള്ള ചോദ്യങ്ങൾ നിരവധി പരീക്ഷകൾ നമ്മൾ കണ്ടതാണ്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. അതേപോലെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്, സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി 1950 ജനുവരി 28 നിലവിൽ വന്നു. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സാണ്. ജഡ്ജിമാരെ കാലാവധിക്ക് മുൻപായി നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്ക് മുമ്പാകെ. സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ. ഉത്ഭവ അധികാരം. സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവ അധികാരം പരിധിയിൽ വരുന്നത്. ഉദാഹരണം, കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ. അപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായത് ആര് പരിഹരിക്കും? സുപ്രീം കോടതി പരിഹരിക്കും. അപ്പീൽ പരിഹരിക്കാനുള്ള അധികാരം. സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. ഉപദേശക അധികാരം. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. റിട്ട് അധികാരം. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. എത്ര ടൈപ്പ് റിട്ടുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 5 ടൈപ്പ് റിട്ടുകളുണ്ട്. റിട്ടുകളുമായി ബന്ധപ്പെട്ട ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, ലാറ്റിൻ ഭാഷയാണ്. അതേപോലെ റിട്ട് നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്ത്? ബ്രിട്ടനിൽ നിന്നാണ് റിട്ട് കടമെടുത്ത്. ബ്രിട്ടൻ റിട്ട് പറയുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അത് കാരണം അത് നമുക്ക് പഠിക്കാൻ പറ്റും. സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം ആർട്ടിക്കിൾ 32ഉം അതേപോലെ ഹൈക്കോടതിയുടെ റിട്ട് അധികാരം ആർട്ടിക്കിൾ 226ഉമാണ്. പുനരവലോകന അധികാരം. ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് അതിൻ്റെ നീതിന്യായ അവലോകന അധികാരമാണ്. നീതിന്യായ പുനരവലോകന ജുഡീഷ്യൽ റിവ്യൂ.
ഭരണഘടന പാസാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടന സാധുത പരിശോധിക്കുവാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുവാനുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണ് നീതിന്യായ പുനരവലോകന അധികാരം. ഇതോടെ നമ്മൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ പോയിന്റ്സും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ പറയുക. അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ ലെങ്ത് കുറച്ച് കൂടുതലാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു സ്പെൻഡ് ചെയ്യണ ഈ ഒരു ടൈം ഒരിക്കലും പാഴാവില്ല എന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു ക്ലാസ് വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.